സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. മുല്ലപ്പെരിയാർ ഡാം 42 വർഷത്തെ ആശങ്ക, നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള വഞ്ചന, 125 വർഷത്തെ വിസ്മയം. ഇങ്ങനെയൊന്ന് രാജ്യചരിത്രത്തിൽ വേറെ കാണില്ല. മഴനീര് ഓരോ നിമിഷവും ഡാമിലേക്ക് ഒഴുകിയെത്തുകയാണ്, വലിയൊരു ദുരന്തത്തിന്റെ നിർലീന സാധ്യതയുമായി. പക്ഷേ ആരും അത് കാണുന്നില്ല. കണ്ടാലും കേരളം ഭരിക്കുന്നവർക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ കഴിയാത്ത വഞ്ചനയുടെ കഥയായി അത് ഉറച്ചിരിക്കുന്നു. പണ്ടൊരു മഹാരാജാവിന് പറ്റിയ പിടിപ്പുകേട് കൊണ്ട് മാത്രമല്ല, പിന്നീട് കരാർ പുതുക്കേണ്ട നേരത്ത് മുതൽ കേരളത്തിലെ ജനാധിപത്യ തമ്പുരാക്കൾക്ക് വന്ന കുറ്റകരമായ വീഴ്ചയാണ് അതിലേറെ ദ്രോഹമായത്. കേരളത്തിന്റെ തനതു നദി, തനത് ഭൂമി, തനതു മഴനീർ അഥവാ വൃഷ്ടി പ്രദേശം, അപകട സാധ്യതയും കേരളത്തിന് മാത്രം. ഇങ്ങനെയൊരു അണക്കെട്ടിന്റെ സർവ നിയന്ത്രണ അധികാരവും നേട്ടവും തമിഴ്നാടിനെ. ആ ഡാമിന്റെ ഒരു കല്ലിന് പോലും കേരളത്തിന് അവകാശമില്ല. എല്ലാം തമിഴ്നാടിന്റെ നിയന്ത്രണത്തിൽ. ഒപ്പിട്ടുപോയ കരാറിന്റെ പേരിൽ 1.25 നൂറ്റാണ്ടായി കേരളം ഈ ഭാരം ചുമക്കുകയാണ്. എപ്പോൾ വഴുതി വീഴുമെന്ന ഭീതിയോടെ. ഗുജറാത്തിലെ മോർവി ഡാം തകർന്ന് 15,000 പേർ ഒഴുകിപ്പോയപ്പോഴാണ് 1979 മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് കേരളത്തിന് ആദ്യമായി ആശങ്ക തോന്നിയത്. അരനൂറ്റാണ്ട് ആയുസ് പറഞ്ഞ ഡാമിന് 85 വയസ്സെത്തിയപ്പോൾ അന്നാളുകളിൽ തന്നെ ഡാമിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച് തിരുവനന്തപുരത്തെ ഭൂശാസ്ത്ര പഠന കേന്ദ്രമായ സെസ് പഠനം നടത്തി. പ്രദേശത്ത് റിക്ടർ സ്കെയിലിൽ 6 മേൽ വരുന്ന ഭൂകമ്പം ഉണ്ടായാൽ ഡാം അതിജീവിക്കില്ല എന്നവർ റിപ്പോർട്ട് ചെയ്തു. അവരിത് പറഞ്ഞ് 9 വർഷത്തിനകം 1988 ജൂണിൽ റിക്ടർ 4.5 അളവ് വരുന്ന ഭൂകമ്പം ഡാമിൽ നിന്ന് 20 കിലോമീറ്ററിനുള്ളിൽ നെടുങ്കണ്ടത്ത് പരമാവധി നാശനഷ്ടം വരുത്തി വെക്കുകയും ചെയ്തു. സെസ്സിന്റെ പഠനത്തിന് ശേഷം കേന്ദ്ര ജല കമ്മീഷൻ CWC ചെയർമാൻ ഡാം സന്ദർശിച്ച ശേഷമാണ് 2 ഘട്ടമായി ജലനിരപ്പ് 136 അടിയിലേക്ക് താഴ്ത്താൻ തമിഴ്നാടിന് നിർദ്ദേശം നൽകിയത്. ഭൂകമ്പ പ്രേരിതമായ അപകടത്തിന്റെ സാധ്യത സെസ് റിപ്പോർട്ട് ചെയ്ത് 3 പതിറ്റാണ്ടിന് ശേഷം റൂർക്കി IIT പുതിയ പഠനം നടത്തി. ഡാമിൽ 136 അടി നിരപ്പിൽ വെള്ളം നിൽക്കുമ്പോൾ റിക്ടർ അളവ് 6.5 വരുന്ന ഭൂകമ്പം പ്രദേശത്തുണ്ടായാൽ ഡാം അപകടത്തിലാകും എന്നായിരുന്നു 2009 അവരുടെയും റിപ്പോർട്ട്. വർഷങ്ങൾ പിന്നെയും പിന്നിട്ടു. ഇന്നിപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് വയസ്സ് 125 കഴിഞ്ഞു. 50 വർഷം ആയുസ് പറഞ്ഞ ഡാം 1.25 നൂറ്റാണ്ടിലേറെ നിലനിന്നു. ഇപ്പോഴും പ്രവർത്തനക്ഷമം. പക്ഷേ അപകട സാധ്യതയോ അത് തള്ളിക്കളയാനോ നിസ്സാരമായി കാണാനോ ഭരണാധികാരികൾക്ക് അവകാശമുണ്ടോ? രാജ്യചരിത്രങ്ങൾ പാടെ മാറിപ്പോകുന്നത്ര സുദീർഘമായ കാലയളവിലേക്ക് 999 വർഷത്തേക്ക് അവകാശങ്ങളെല്ലാം മിക്കവാറും ഏകപക്ഷീയമായി മറ്റൊരു നാടിന് കൈമാറുന്ന കരാറിൽ ഒപ്പുവെക്കാൻ ഏതെങ്കിലും ഭരണാധികാരിക്ക് അവകാശമുണ്ടോ? 40 തലമുറകളുടെ മേൽ ബാധകമാകുന്ന ഉടമ്പടി വെക്കാൻ എങ്ങനെയാണ് 1-2 പ്രാദേശിക ഭരണാധികാരികൾക്ക് അവകാശം സിദ്ധിക്കുക? ഇത്തരം ഒന്നിലേക്ക് തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാൾ രാമവർമ്മയെ ബ്രിട്ടീഷ് അധികാരികൾ സമ്മർദ്ദത്താൽ നയിച്ചു എന്നത് കേരളത്തെ സംബന്ധിച്ച് ചതി തന്നെ. എങ്കിലും ചോദ്യങ്ങൾക്കൊന്ന് ഇന്ന് പ്രസക്തിയില്ല. ഈ കരാറും ഡാമും വഴി തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്കുണ്ടായ പുതുജീവന്റെ സമൃദ്ധിയായിരുന്നു അവരുടെ നീതീകരണം. ആ കരാറിലൂടെ ഡാം യാഥാർത്ഥ്യമാക്കി ജീവജലം എത്തിച്ച ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയർ മേജർ ജോൺ പെൻക്വിക് തമിഴ്നാട്ടുകാരുടെ ആരാധ്യ പുരുഷൻ. എന്നാൽ കേരളം സ്വതന്ത്ര സംസ്ഥാനമായപ്പോൾ കരാർ പുതുക്കി കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കത്തക്ക വിധം ഡാമിന്റെ നടത്തിപ്പിനു മേൽ അവകാശമുറപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിനെ ആരാണ് ഉത്തരവാദി? അന്നത്തെ ഭരണാധികാരികളും രാഷ്ട്രീയ നേതൃത്വവും. എന്തുകൊണ്ട് കേരളത്തിലെ 4 ജില്ലകൾ ഉൾപ്പെടുന്ന ഭൂപ്രദേശത്തെ ജനങ്ങളുടെ ജീവനെയോ ജീവിതത്തെയോ കുറിച്ച് ചിന്തിക്കാതെ പോയി? ഒരു സംശയവും വേണ്ട, ഡാമിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ച്
ആശങ്കയുയർന്ന ശേഷമുള്ള കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടെ ആത്മാർത്ഥതയോടും ധൈര്യത്തോടും കൂടെ ഇക്കാര്യം അവതരിപ്പിച്ചിട്ടുള്ള ഒരു നേതാവിനെയും കേരളം കണ്ടിട്ടില്ല. ഒരു പക്ഷേ ഒരു പ്രേമചന്ദ്രൻ ഒഴികെ. ഡാമിന്റെ സുരക്ഷ ആവശ്യപ്പെട്ട് നെടിയ കാലം സമരം ചെയ്തവരെ തള്ളി പറയാനും അവർക്കെതിരെ കേസുണ്ടാക്കാനും കൂട്ടുനിന്ന ചരിത്രമേ ഈ ജില്ലകളിൽ വേരാഴ്ത്തി വളർന്ന രാഷ്ട്രീയ കക്ഷികൾക്കും നേതാക്കൾക്കുമുള്ളൂ. എന്തിന് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭൂകമ്പകാല അപകട സാധ്യതയെക്കുറിച്ച് റൂർക്കി IITയും തിരുവനന്തപുരം സെസ്സും നൽകിയ ശാസ്ത്രീയ പഠന റിപ്പോർട്ട് പോലും തള്ളി മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അതിലൊരു മലയാളിയും ഉണ്ടായിരുന്നു. ഒരു മുൻ ന്യായാധിപൻ. തമിഴ്നാടിന് വേണ്ടി കേരളത്തിന്റെ ആവലാതി തള്ളാൻ കൂട്ടുനിന്ന ദേഹം. ഒരുപാട് ന്യായങ്ങൾ പറയുന്ന മുൻ ന്യായാധിപൻ. അവർ കോടതിയെ ധരിപ്പിച്ചത് മുല്ലപ്പെരിയാർ ഡാമും ബേബി ഡാമും സുരക്ഷിതമെന്നാണ്. ഭൂകമ്പത്തിൽ പോലും അത് തകരില്ലെന്നാണ്. ജലനിരപ്പ് 142 അടി ആക്കാമെന്നും പുതിയ അണക്കെട്ട് എന്ന ആവശ്യം കേരളം പുനഃപരിശോധിക്കണം, തമിഴ്നാട് സമ്മതിച്ചാൽ മാത്രമേ പുതിയ ഡാം പാടുള്ളൂ എന്നൊക്കെയാണ്. പുതിയ ഡാം വന്നാലും കാര്യങ്ങൾ ഇപ്പോഴത്തേതുപോലെ പോകത്തക്ക വിധത്തിൽ ആയിരിക്കണം കരാർ എന്നും കൂടിയാണ്. രാജ്യത്തെ ഉന്നതമായ 2 ഗവേഷണ സ്ഥാപനങ്ങളുടെ പഠനങ്ങൾ ഇത്ര വില കെട്ടതെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ എന്തിനെന്ന ചോദ്യം ഉയരുന്നില്ലേ? ഇത്തരം കാര്യങ്ങളിൽ ആരുടെ റിപ്പോർട്ടുകളെയാണ് രാജ്യം ആശ്രയിക്കേണ്ടത്? തമിഴ്നാട് പക്ഷപാതിത്വമുള്ള 2 ഉദ്യോഗസ്ഥരുടെയോ? ഇതിനേക്കാൾ അധികമായി ഉദ്യോഗസ്ഥർക്ക് എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് ചാഞ്ഞു കിടക്കാനാകുക? തമിഴ്നാടിന് വേണ്ടി മാത്രം സംസാരിക്കാൻ വ്രതമെടുത്ത മറുനാട്ടുകാരെ നാം എന്തിനു പഴിക്കണം? അവരെ അതേപടി പിന്തുണച്ച് ഡാം 100 വർഷത്തേക്ക് സുരക്ഷിതമാണെന്ന തനിക്ക് ഉറപ്പില്ലാത്ത കാര്യം പ്രഖ്യാപിച്ച ആ മലയാളി ദേഹത്തിന്റെ ക്രൂരതയോളം വരുമോ മറ്റുള്ളവരുടെ നടപടി? അതുവഴി കേരളത്തിന്റെ ആശങ്കയെ അദ്ദേഹം അതിക്രൂരമായി പരിഹസിക്കുകയായിരുന്നില്ലേ? രേഖകളിൽ ഇടം പിടിച്ച ഇത്തരം റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി കേരളം എങ്ങനെയാണ് നീതി നേടുക? നേടണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും കക്ഷികളും മേലുനൊന്ത് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം. 40 ലക്ഷം ജനങ്ങളുടെ ഭീതി പരമോന്നത കോടതിയിലെത്തിക്കണം. സുരക്ഷിതമായി ജലനിരപ്പ് താഴ്ത്താനുള്ള നടപടിയാണ് അടിയന്തര ആവശ്യം. ശാശ്വത പരിഹാരം പുതിയ ഡാം എത്രയും വേഗം യാഥാർത്ഥ്യമാക്കി ജനങ്ങളെ സുരക്ഷിതരാക്കുക എന്നതും. ജലനിരപ്പ് താഴ്ത്തുന്ന കാര്യം തമിഴ്നാടിനെ കൊണ്ട് ചെയ്യിക്കാൻ വെറും പ്രസ്താവനകൾ പോരാ. ജനങ്ങൾക്കൊപ്പം ഏതറ്റം വരെയും തങ്ങളുണ്ടെന്ന് കേരളത്തിലെ നേതാക്കൾ തമിഴ്നാടിനെ വേണ്ട വിധം ബോധ്യപ്പെടുത്തണം. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച ആശങ്കയുടെ ചരിത്രം മാത്രമാണ് പരിശോധിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് ഒന്നേ ഇതുവരെ പറയാനുണ്ടാകൂ: ഇതിൽ ഉൾപ്പെട്ട എല്ലാ നേതാക്കളും തങ്ങളെ വഞ്ചിച്ചു, ഒരു പ്രേമചന്ദ്രൻ ഒഴികെ എന്ന്. ഒരു പക്ഷേ PC ജോർജിന്റെ വാക്കുകളെ ആധാരമാക്കാമെങ്കിൽ പുതിയ ഡാം പണിത് കേരളത്തിന് സുരക്ഷ ഉറപ്പാക്കാൻ തമിഴ്നാട് മുന്നോട്ട് വെച്ച വാഗ്ദാനത്തെ സ്വന്തം രാഷ്ട്രീയ അഹംബോധത്താൽ തള്ളിയത് കേരളത്തിലെ നേതാക്കളാണത്രേ. 4 ദശലക്ഷത്തോളം ജനങ്ങളുടെ ജീവിത സുരക്ഷയെ ബാധിക്കുന്ന വിഷയം ഈ രീതിയിൽ കൈകാര്യം ചെയ്തവരുണ്ടെങ്കിൽ അവർ നിശ്ചയമായും തുറന്നു കാട്ടപ്പെടേണ്ടവരാണ്. അത് ചെയ്യാൻ കൂടി PC ജോർജ് തയ്യാറായെങ്കിൽ മുല്ലപ്പെരിയാർ എന്ന വഞ്ചനയുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം കൂടി വലിയ ഭീതിക്ക് നടുവിലും ജനങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. എല്ലാവരുടെയും വഞ്ചനയ്ക്ക് ഇപ്പോഴത്തെ സർക്കാർ ഒരു കാര്യം കൊണ്ട് താൽക്കാലിക പ്രതിവിധി കാണട്ടെ: ജലനിരപ്പ് സുരക്ഷിത നിലയിൽ എത്തിച്ച് ജനങ്ങളുടെ ഭീതി നീക്കുക എന്ന പുണ്യകൃത്യം. അതിനായി തമിഴ്നാടിനെ എല്ലാ വിധത്തിലും ബോധ്യപ്പെടുത്തട്ടെ. തീവ്രവാദികളുടെ വാക്കുകൾ അവഗണിക്കാനുള്ളതല്ല. അവയിൽ മനുഷ്യത്വമോ സ്നേഹമോ ചികയേണ്ടെന്നു മാത്രം. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു എന്ന ചിലരുടെ വിധി പ്രഖ്യാപനത്തെ വേണമെങ്കിൽ പരിഹസിച്ചു തള്ളാം. നാർക്കോ ജിഹാദിനും ലവ് ജിഹാദിനുമെതിരെ പറഞ്ഞതിനുള്ള അള്ളാഹുവിന്റെ പ്രതികാരമാണ് പോലും കൂട്ടിക്കലിലും മറ്റുമുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തവും പാലായിലെ പ്രളയവും.
ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സംഭവിച്ചാലും പാശ്ചാത്യ സംസ്കാരമുള്ള ഏതു നാട്ടിൽ പ്രതികൂല സംഭവങ്ങൾ ഉണ്ടായാലും ഇവർ ഇങ്ങനെ പ്രചരിപ്പിക്കും. അള്ളാഹുവിന്റെ കോപവും പ്രതികാരവുമാണത്രേ അവയെല്ലാം. നവമാധ്യമങ്ങളിൽ ഇപ്പോൾ ഇത്തരം പ്രചാരണങ്ങൾ വളരെ സജീവമായി കാണാം. ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ എന്തെങ്കിലും ചെയ്താലുടൻ ആകാശത്തു നിന്ന് പ്രതികാരത്തിന്റെ വാൾ വീശുന്ന ദൈവസങ്കല്പം. പെട്ടെന്ന് പലരും കരുതിയേക്കാവുന്നത് പോലെ ഇതവരുടെ ഭോഷത്വമല്ല, ബോധപൂർവമുള്ള നുണപ്രചാരണം. അല്ലെങ്കിൽ പാലാ ബിഷപ്സ് ഹൗസ് വെള്ളത്തിൽ മുങ്ങിയെന്നും അത് വൃത്തിയാക്കാൻ തങ്ങളുടെ സംഘടന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുമുള്ള പ്രചാരണം നോക്കുക. പാലായിലൂടെ ഒരിക്കലെങ്കിലും കടന്നു പോയിട്ടുള്ള ആർക്കും അറിയാം ബിഷപ്സ് ഹൗസ് വെള്ളത്തിൽ മുങ്ങുക എന്നത് എത്ര വലിയ നുണയാണെന്ന്. ബിഷപ്സ് ഹൗസ് മുങ്ങണമെങ്കിൽ നാനാജാതി മതസ്ഥരുടെ എത്രയോ വീടുകളും ഇടങ്ങളും അതിനു മുമ്പേ മുങ്ങിയിരിക്കണം. ഈ നുണപ്രചാരണം ഒരു ക്രൈസ്തവനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയുകയില്ലെന്ന് അതിന് പിന്നിലുള്ളവർക്ക് നിശ്ചയമുണ്ട്. അവരുടെ ലക്ഷ്യം തങ്ങൾ മതത്തിന്റെ പേരിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നും തങ്ങളുടെ ദൈവം അന്യമതസ്ഥരോട് ഇത്രമാത്രം കോപമുള്ളവനാണെന്നും ഇസ്ലാമിക വിശ്വാസികളെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതിനുവേണ്ടിയാണ് കഴമ്പോ യുക്തിയോ ഇല്ലാത്ത ഇത്തരം വിധിയെഴുത്തും പ്രഖ്യാപനങ്ങളും പ്രചാരണങ്ങളും മറ്റാരും വിശ്വസിച്ചില്ലെങ്കിലും തങ്ങൾ ബോഷരാക്കി നിലനിർത്തിയിരിക്കുന്ന പലരും അത് വിശ്വസിക്കുമെന്ന് ഇക്കൂട്ടർക്കറിയാം. പഠിപ്പില്ലാത്തവരും ചിന്താശേഷി ഉപയോഗിക്കാത്തവരുമായ ഏതു മതാനുയായികളും ഇതൊക്കെ വിശ്വസിക്കുന്നത് സ്വാഭാവികം. അവരെ ഭയത്തിലും തങ്ങളോടുള്ള ആശ്രിതത്വത്തിലും തങ്ങൾ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറാക്കുന്ന മനോനിലയിലും നിലനിർത്തുക. യുക്തിബോധം കൊണ്ട് ഒരു മതാനുയായിയും തങ്ങളെ ചോദ്യം ചെയ്യാൻ ഇടവരാത്ത വിധം മാനസിക ബന്ധനത്തിലാക്കുക. അതേസമയം തന്നെ തങ്ങളുടെ മതഹുങ്കിന് മേൽ കനത്ത ആഘാതം സൃഷ്ടിച്ച ക്രൈസ്തവ ധീരതയോട്, കല്ലറങ്ങാട്ട് പിതാവിന്റെ നിശ്ചയദാർഢ്യത്തോട് അവർക്കുള്ള രോഷവും ദേഷ്യവും എങ്ങനെയെങ്കിലും പ്രകടിപ്പിക്കുകയും വേണം. കേരള സമൂഹത്തെ ഒന്നടങ്കം വരച്ച വരയിൽ നിർത്തിയിരുന്ന മതധാർഷ്ട്യത്തിന് ആദ്യമായി പ്രഹരമേറ്റത് അവർക്ക് അത്ര പെട്ടെന്ന് മറക്കാനോ അവഗണിക്കാനോ കഴിയില്ല. അതിന്റെ പ്രതികരണങ്ങളാണ് ഇത്തരത്തിൽ പ്രചാരണങ്ങളായി സംഭവിക്കുന്നതും. എന്തായാലും ഈ രോഷവും അള്ളാഹുവിന്റെ കോപവും എന്ന വിധി പ്രഖ്യാപനവും മറ്റൊരു സൂചന തീർച്ചയായും നൽകുന്നുണ്ട്. അധികമാരും വിശ്വസിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ഒന്നിനെ കുറിച്ചുള്ള സൂചന. തങ്ങളുടെ ദുഷ്ട ലക്ഷ്യം നേടാനും പ്രതികാരം നിർവഹിക്കാനും ആഭിചാരം എന്ന ദുഷ്ടവിധിയെ അവലംബിക്കുന്നവർ മതതീവ്രവാദ ഗണത്തിലുണ്ടെന്നതിൽ സംശയം വേണ്ട. അസ്മോദേവൂസിന്റെ ഉപാസകർ അങ്ങനെയൊന്നിനെ ആശ്രയിച്ചതിന്റെ ഉറപ്പിലാകാം ദൈവകോപം എന്ന സിദ്ധാന്തം കെട്ടി എഴുന്നള്ളിച്ച് ചിലർ ഇത്തരത്തിൽ നുണ പ്രചരിപ്പിക്കുന്നത്. ആഭിചാരം നിവൃത്തിയായാലും ഇല്ലെങ്കിലും, മറ്റുള്ളവർ അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, അത്തരം ശക്തി പ്രവർത്തിച്ചു എന്ന് സ്വയം ഉറപ്പിച്ച് അതിനെ ദൈവകോപം എന്ന് വ്യാഖ്യാനിച്ച് അനുയായികളെ കൂടെ നിർത്താനാകാം ചിലർ ശ്രമിച്ചത്. അവർ തീർച്ചയായും സഹതാപം അർഹിക്കുന്നു, പ്രാർത്ഥനയും. ഇന്ത്യ എന്നു മുതലാണ് ഹിന്ദു രാഷ്ട്രവാദികൾക്കോ ഹിന്ദുത്വ തീവ്രവാദികൾക്കോ സ്വന്തമായത്? മതനിരപേക്ഷ ഭാരതത്തെ ആരാണ് അഹിന്ദു വിരുദ്ധ രാഷ്ട്രമാക്കിയത്? ഇങ്ങനെയൊക്കെ ചോദിക്കേണ്ടുന്ന അവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലെ ഹിന്ദുത്വ തീവ്രവാദികൾ. ഇസ്ലാമിക തീവ്രവാദത്തോടുള്ള എതിർപ്പും ലവ് ജിഹാദിനോടുള്ള പ്രതിരോധവും മതനിരപേക്ഷ ഭരണഘടന അട്ടിമറിക്കാനുള്ള ലൈസൻസ് ആക്കി മാറ്റുകയാണോ ഉത്തരേന്ത്യയിലെ ഹൈന്ദവ ന്യൂനപക്ഷമായ ബ്രാഹ്മണ്യവാദികൾ? നിർബന്ധിത മതമാറ്റ നിരോധന നിയമം അതിനുള്ള ഉപകരണമാക്കുകയാണോ ചിലർ? ഉത്തർപ്രദേശിൽ ഹിന്ദു രാഷ്ട്രവാദികളും അവരെ താങ്ങുന്ന പോലീസും ഈ നിയമം ദുരുപയോഗിച്ച് ക്രൈസ്തവ മിഷണറിമാരെ അന്യായമായി ദ്രോഹിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അവരെ മാത്രമല്ല, ക്രൈസ്തവ വിശ്വാസം അവലംബിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും വരെ പോലീസിൽ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു. ക്രൈസ്തവ സന്യാസിനികളെ കണ്ടപാടെ കടന്നാക്രമിക്കുക, അക്രമികളെ വിട്ടയച്ച് ആക്രമിക്കപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുക, അവരെ മോചിപ്പിക്കാനെത്തിയ വൈദികനെതിരെ നിർബന്ധിത മതപരിവർത്തന കുറ്റം ആരോപിച്ച് കേസെടുക്കുക.
ഇതാണിപ്പോൾ ഉത്തർപ്രദേശിൽ സംഭവിച്ചിരിക്കുന്നത്. അത്യാസന നിലയിൽ കഴിയുന്ന പിതാവിനെ കാണാൻ ജാർഖണ്ഡിലേക്ക് പോകുന്ന സഹസന്യാസിനിയെ യാത്രയയക്കാനാണ് മറ്റു 2 കന്യാസ്ത്രീകൾ അനുഗമിച്ചത്. അവർ കാറിലിരിക്കുമ്പോൾ ഹിന്ദുത്വ തീവ്രവാദികൾ അവരെ ആക്രമിച്ചു. അക്രൈസ്തവനായ ഡ്രൈവറെ മർദ്ദിച്ചു. തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ സിസ്റ്റർമാരെ മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി അവരെ പുറത്തിറക്കാനെത്തിയ വൈദികനെതിരെ നിർബന്ധിത മതമാറ്റ നിയമപ്രകാരം കേസെടുക്കുകയും ചെയ്തു. ഇക്കഴിഞ്ഞ മാർച്ചിൽ ഝാൻസിയിലെ ട്രെയിൻ യാത്രയ്ക്കിടെ 4 കന്യാസ്ത്രീകളെ ചിലർ ആക്രമിച്ചതും ഇതേ രീതിയിൽ. BJP തുടർച്ചയായി 2ാം വട്ടം അധികാരമേറിയതോടെ ഇന്ത്യയുടെ ഭരണഘടന മാറിപ്പോയെന്ന ഉന്മാദത്തിലാണ് പലയിടങ്ങളിലെയും ഹിന്ദു രാഷ്ട്രവാദികൾ എന്ന് തോന്നുന്നു. ഭാരതം തങ്ങളുടെ മാത്രം രാഷ്ട്രമെന്ന ഉന്മാദം പിടിപ്പെട്ടവർക്കിപ്പോൾ മതസ്വാതന്ത്ര്യം തെല്ലും സഹിക്കുന്നില്ല. അവർക്ക് ക്രൈസ്തവ മിഷണറിമാരെ കണ്ടുകൂടാ, ക്രൈസ്തവ വൈദികരെയും സന്യാസിനികളെയും കണ്ടുകൂടാ, ഉത്തരേന്ത്യയിലെ അവികസിത ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നവരെ കണ്ടുകൂടാ. എല്ലാവരെയും ഫലമായും പ്രലോഭിപ്പിച്ചും മതം മാറ്റുന്നു എന്ന ആരോപണത്താൽ മിഷണറിമാരെ മുഴുവൻ കുറ്റവാളികളാക്കി ചിത്രീകരിക്കാനാണ് ശ്രമം. ഇത് പുതിയ പ്രവണതയുമൊന്നുമല്ല. ജാംബുവ, കാന്തമാൽ, ഝാൻസി, ദക്ഷിണ കർണാടക ഈ ഇടങ്ങളിലൊക്കെ ക്രൈസ്തവരും അവരുടെ ദേവാലയങ്ങളും ഹിന്ദുത്വ തീവ്രവാദികളാൽ ആക്രമിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങളുടെ ചുരുക്കമടയാളങ്ങളാണ്. 101 ആവർത്തി പറയാം, ഇത് ഭാരതത്തിലെ ഹൈന്ദവരുടെ പൊതുരീതിയും സ്വഭാവവും അല്ല, ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ നിലപാടല്ല. ഉത്തരേന്ത്യയിലെ ഹൈന്ദവ ന്യൂനപക്ഷമായ ബ്രാഹ്മണ്യവാദികളുടെ പ്രവണത തദ്ദേശീയ പ്രമാണിമാരുടെയും. അവരെയാണ് ഹിന്ദു രാഷ്ട്രവാദം പിടികൂടിയിരിക്കുന്നത്. ഇന്ത്യ ഹൈന്ദവ വിശ്വാസികളേതു മാത്രമായ ഏകരാജ്യമായിരുന്നെന്ന് ഏതു ചരിത്രമാണ് പറയുന്നത്? ഏകീകൃത സ്വതന്ത്ര ഇന്ത്യ ഉണ്ടായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നാണ്. അവർ ഇന്ത്യക്കാർക്ക് കൈമാറിയതുപോലൊരു ഏകീകൃത ഭാരത രാഷ്ട്രം മുമ്പാരും സ്ഥാപിച്ചിട്ടില്ല. ഉത്തരേന്ത്യ കേന്ദ്രമാക്കി ആ സേതു ഹിമാചലം ഒരൊറ്റ ഇന്ത്യയായി ഭാരതവർഷത്തെ രൂപപ്പെടുത്തി ഭരിച്ച ഹിന്ദു ഭരണാധികാരികൾ ചരിത്രത്തിലില്ല. ഇന്നത്തെ ബീഹാറായ മഗധയും പാടലിപുത്രവും ആസ്ഥാനമാക്കിയ ഗുപ്ത മൗര്യ സാമ്രാജ്യങ്ങളുടെ വ്യാപ്തിയും അധികാര സീമകളുമൊക്കെ ചരിത്രം വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. മൗര്യവംശത്തിലെ അശോക ചക്രവർത്തി താൻ അവലംബിച്ച ആദ്യ മതം വിട്ടുപേക്ഷിച്ച് ബുദ്ധമതത്തിലേക്ക് മാറിയത് ഭാരതവർഷത്തിലെ തന്നെ ചരിത്ര വസ്തുതയല്ലേ? ബ്രാഹ്മണ്യ വിഭാഗത്തോട് യാതൊരു ബന്ധവുമില്ലാത്ത ദളിതരും മറ്റുമായ നിവാസികൾ എങ്ങനെയാണ് ബ്രാഹ്മണ്യവാദികൾ നിശ്ചയിക്കുന്ന പ്രകാരമുള്ള ഏക ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാകുന്നത്? ബ്രിട്ടീഷുകാർ രാഷ്ട്രീയമായി ഏകീകരിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് കൈമാറിയ ഇന്ത്യ എല്ലാ മതക്കാരുടേതുമാണ്, എല്ലാ ജാതികളുടേതുമാണ്. അവിടെ മത തീവ്രവാദികൾക്കും മതാധിപത്യവാദികൾക്കും മതരാഷ്ട്ര സ്ഥാപനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവർക്കും മാത്രമേ സ്ഥാനമില്ലാതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക മതാധിപത്യവാദികളും ശക്തമായി എതിർക്കപ്പെടുന്നത്. നിശ്ചയമായും അതിനെ എതിർക്കാൻ ഇന്നത്തെ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല, ക്രൈസ്തവരടക്കം മതാധിപത്യ രാഷ്ട്രത്തെ അംഗീകരിക്കാത്ത എല്ലാ വിഭാഗങ്ങളുമുണ്ട്. കാരണം ഇസ്ലാമിക തീവ്രവാദികളുടെ ലക്ഷ്യം ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ്. അതേസമയം 7 പതിറ്റാണ്ടിനിടെ ജനസംഖ്യയുടെ 2.5% നിന്ന് താഴേക്ക് പോയ ക്രൈസ്തവർക്കെതിരെ മതം മാറ്റൽ കുറ്റം ആരോപിക്കുന്നതിന് കാരണം വേറെയാണ്. ഹിന്ദുത്വ തീവ്രവാദികൾ പറയുന്ന കാരണം സാംസ്കാരിക വിനാശനം. അവരുദ്ദേശിക്കുന്നത് ഹൈന്ദവ ദർശനത്തിന്റെ സംസ്കാരമല്ല, ജാതി വ്യവസ്ഥയും മേലാളത്വ സമ്പ്രദായവും അപങ്കുരം തുടരാൻ കഴിയുന്ന സാമൂഹിക അവസ്ഥ. മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ വഴി സ്വന്തം വ്യക്തിത്വത്തെ കുറിച്ചും തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സാമൂഹിക അന്തസ്സിനെ കുറിച്ചും പലരും മനസ്സിലാക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ പുതിയ അറിവും അവസരങ്ങളും ലഭിക്കുന്നവർ പഴയ ആധിപത്യ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകും എന്നതാണ് ഹിന്ദുത്വ മേലാളത്വവാദികളുടെ ഭയം. മിഷണറിമാരെ അവർ എതിർക്കുന്നതിനും ആക്രമിക്കുന്നതിനും ഒരു മുഖ്യ കാരണം ഇതാണ്. അതെന്തായാലും രാജ്യത്തെ ഏതൊരു പൗരനും ഏതു മതം സ്വീകരിക്കാനും പ്രഘോഷിക്കാനുമുള്ള സ്വാതന്ത്ര്യം തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ സംസ്കാരത്തോളം
പഴക്കമുള്ളതാണെന്ന കാര്യം മാത്രം അവർ മറക്കുന്നു. ഇന്ത്യ ഹൈന്ദവ ഭൂരിപക്ഷ രാഷ്ട്രമായി നിലനിൽക്കുന്നതിൽ ഭയമോ ആശങ്കയോ അനിഷ്ടമോ ഉള്ളവരല്ല ക്രൈസ്തവ ജനത. സ്വീകരിച്ച വിശ്വാസം ജീവിക്കുവാനും പ്രഘോഷിക്കാനും അവർക്ക് കടമയുണ്ട്. എന്നാൽ അത് ആരിലും അടിച്ചേൽപ്പിക്കാൻ അവരുടെ വിശ്വാസം അവർ അനുവദിക്കുന്നുമില്ല. അതേസമയം മതബദ്ധമല്ലാതെ ചിന്തിച്ചാൽ കൂടി സാമൂഹിക വിമോചന പ്രവർത്തനം ആവശ്യമായ ഏറെ വിഭാഗങ്ങൾ ഉത്തരേന്ത്യയിലുണ്ട്. അവരെ സഹായിക്കാനും ഉയർത്താനും ശ്രമിക്കുന്ന മിഷനറിമാരെ ദ്രോഹിക്കുന്നത് തീർച്ചയായും ഖേദകരവും പ്രതിഷേധാർഹവുമാണ്. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഇതൊന്നും ഹൈന്ദവ ഭൂരിപക്ഷത്തിന്റെ നടപടികളോ പദ്ധതികളോ അല്ല. മേലാളത്തെ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന പ്രാദേശിക വിഭാഗങ്ങളും പ്രമാണികളും ഇളക്കിവിടുന്ന വിദ്വേഷ പ്രവൃത്തികൾ മാത്രം. ഇന്നാട്ടിലെ ക്രൈസ്തവരും മറ്റു മതസ്ഥരും ഇവിടെ ജീവിച്ച പൂർവികരുടെ പിൻഗാമികളാണ്. ഈ നാടിന്റെ ഔരസ സന്താനങ്ങൾ. ഇഷ്ടമുള്ള വിശ്വാസം അവർ സ്വീകരിച്ചത് അവരുടെ അവകാശം. ഭാരതഭൂമിയിലുള്ള അവരുടെ അവകാശം നിഷേധിക്കാൻ ആർക്കും അധികാരമില്ല. മതം മാറാനും മതം പ്രഘോഷിക്കാനുമുള്ള അവകാശം പ്രത്യേകിച്ച് ആരുടെയും ഔദാര്യവുമല്ല. അഹിന്ദ വിരുദ്ധർ അത് മറക്കാതിരിക്കട്ടെ. ഇടുക്കിയിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്തം കുടിയേറ്റ കർഷകരുടെ മേൽ ചാർത്തുന്നത് ചിലർക്കൊരു വിനോദമാണ്. സൂക്ഷിച്ചു നോക്കിയാൽ അസൂയയുടെയും വർഗീയതയുടെയും മട്ട് വിമർശകരുടെ പാനപാത്രത്തിനുള്ളിൽ കാണാൻ കഴിയും. കർഷകർ മണ്ണു സസ്യരഹിതമാക്കി നാശത്തിന് കൂട്ടുനിൽക്കുന്നവരല്ലെന്നും വിളകളും വൃക്ഷങ്ങളും വളർത്തി പ്രകൃതിയെ പരിപോഷിപ്പിക്കുന്നവരാണെന്നും അറിയാത്തവരല്ല ഈ വിമർശകർ. കുടിയേറ്റ മേഖലകൾ പുതിയ ആവാസ മേഖലകളായി രൂപപ്പെട്ടതോടെ അവിടങ്ങളിലേക്ക് കച്ചവട കണ്ണോടും ലാഭക്കൊതിയോടും കൂടി നിരവധി പേർ എത്തിച്ചേർന്നെന്നത് സത്യം തന്നെ. അവരാണ് റിസോർട്ടുകൾ പണിതും കോറികൾ നടത്തിയും കിഴക്കൻ മലയോരങ്ങളെ പാരിസ്ഥിതികമായി ദുർബലപ്പെടുത്തിയതും തകർത്തതും. അവർക്ക് എക്കാലത്തും ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കളുടെയും പിന്തുണയും കൂട്ടുകെട്ടും പങ്കാളിത്തവും ഉണ്ട്. വൻതോതിൽ വനം നശിപ്പിക്കുന്നവരെയും മരം കടത്തുന്നവരെയും കഞ്ചാവും വളർത്തുന്നവരെയും അനധികൃതമായി റിസോർട്ടുകളും മറ്റും കെട്ടുന്നവരെയും ക്വാറികൾ തുറക്കുന്നവരെയും എല്ലാം വിമർശകർ സൗകര്യപൂർവം കുടിയേറ്റക്കാരുടെ വിലാസത്തിലേക്ക് കൂട്ടിക്കെട്ടുകയാണ്. ഇക്കൂട്ടരുടെയൊക്കെ നിയമവിരുദ്ധമായ നേട്ടങ്ങളിൽ പങ്കുപറ്റുന്നവരും സൽക്കാരം സ്വീകരിക്കുന്നവരും സത്യം അറിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിനായി കള്ളം പറയുന്നവരുമെല്ലാം കുതിര കയറാൻ ശ്രമിക്കുന്നത് കർഷകരുടെ മേൽ. ഗ്രോമോർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ഭക്ഷ്യോൽപാദനം നടത്താനായി കിഴക്കൻ മലകളിലേക്ക് കുടിയേറാൻ സർക്കാർ പ്രോത്സാഹിപ്പിച്ചു വിട്ടവരാണ് ഇടുക്കി ജില്ലയിലെ നിരവധി കർഷക കുടുംബങ്ങൾ. അവരിൽ നല്ല പങ്ക് ക്രൈസ്തവരാണ്. അവരെ മലമ്പ്രദേശത്ത് എത്തിച്ചത് അധ്വാനിക്കാനുള്ള താല്പര്യം തന്നെ. പ്രതികൂല സാഹചര്യങ്ങളിൽ എത്തിപ്പെട്ട് അധ്വാനിക്കാൻ മടിച്ചവർ നാട്ടിൽ കഴിഞ്ഞുകൂടി. ഇന്നവർ അധ്വാനിച്ചവരെ കുറിച്ച് അസ്വസ്ഥരാകുന്നെങ്കിൽ സ്വയം ചികിത്സിക്കുക എന്നേ പറയാനാകൂ. ഇടുക്കിയിൽ മാത്രമല്ല, മലബാറിലെ 4 ജില്ലകളിലെയും മലമ്പ്രദേശങ്ങളിൽ തിരുവിതാംകൂറിൽ നിന്നുള്ള ക്രൈസ്തവ കർഷക കുടുംബങ്ങൾ കുടിയേറിയിട്ടുണ്ട്. തറവാടും ബന്ധുജനങ്ങളെയും വിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ പ്രതികൂല സാഹചര്യങ്ങളിലേക്ക് അവരെത്തിയത് പെട്ടെന്ന് മുന്നിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുമെന്ന് പ്രതീക്ഷിച്ചല്ല. ജീവിതം പച്ച പിടിപ്പിക്കാനും അടുത്ത തലമുറയുടെ ജീവിതം ഭദ്രമാക്കാനും പതിറ്റാണ്ടുകളോളം അവർ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പട്ടിണിയും രോഗപീഠകളും കുടുംബാംഗങ്ങളുടെ അകാല മരണങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. മലയോരങ്ങളിൽ മാത്രമല്ല, കുട്ടനാട്ടിലായാലും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചതിൽ ക്രൈസ്തവ കർഷക കുടുംബങ്ങളുടെ അധ്വാനത്തിന് വലിയ പങ്കുണ്ട്. നാടിനെ തീറ്റിപ്പോറ്റാൻ അന്യദേശത്ത് ദുരിതങ്ങൾ സഹിച്ചവരെ ആദരിച്ചില്ലെങ്കിലും നന്ദികേട് പാടില്ലെന്ന് പുത്തൻ പ്രകൃതി സ്നേഹ നാട്ടുകാരെയും വിമർശകരെയും ഓർമ്മിപ്പിക്കട്ടെ. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.